7 വർഷങ്ങൾക്ക് മുൻപ് 2018 ജൂലൈ 6-നായിരുന്നു നാടിനെ ഞെട്ടിച്ച ആ ഇരട്ട കൊലപാതകം നടന്നത്. സംഭവം നടന്നത് വയനാട് ജില്ലയിലെ വെള്ളമുണ്ടയിൽ. കൊല്ലപ്പെട്ടത് വെള്ളമുണ്ട കണ്ടത്തുവയൽ പൂരിഞ്ഞിയിൽ വാഴയിൽ ഉമ്മറും ഭാര്യ ഫാത്തിമയും. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 മാസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉമ്മറിന് 26 വയസ്സായിരുന്നു പ്രായം, ഫാത്തിമയ്ക്കാകട്ടെ 19. മധുവിധുവിൻ്റെ മധുരം നുണഞ്ഞു തീരുന്നതിന് മുൻപാണ് ഉമ്മറിനും ഫാത്തിമയ്ക്കും ഈ ദുർവിധിയുണ്ടായത്. പഴയ ഓടിട്ട വീട്ടിലെ കിടപ്പുമുറിയിലാണ് രണ്ടുപേരെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. ഫാത്തിമയുടെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണ്ണമാല കാണാനില്ലായിരുന്നു. എന്നാൽ അവളുടെ മോതിരവും ഉമ്മറിൻ്റെ ഷർട്ടിലെ പോക്കറ്റിലുണ്ടായിരുന്ന 4000 രൂപയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതോടെ ആ നാട്ടുകാരാകെ വല്ലാത്ത ഭയപ്പാടിലായി. ഇത്തരമൊരു സംഭവം ആ നാട്ടിൽ കേട്ടുകേൾവി പോലുമില്ലായിരുന്നു. സംഭവം അറിഞ്ഞവരൊക്കെ കൃത്യം നടന്ന വീട്ടിലേക്ക് ഓടിയെത്തി. അധികം താമസിയാതെ തന്നെ അവിടെ ചെറുതല്ലാത്തൊരു ആൾക്കൂട്ടം രൂപപ്പെട്ടു. ഇതിനിടയിൽ പോലീസും സ്ഥലത്തെത്തി. നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഖബറടക്കവും നടത്തി. സംഭവം നടന്നയിടത്ത് നിന്ന് യാതൊരു തുമ്പും പോലീസിന് കിട്ടിയില്ല. 8 പവനോളം സ്വർണവും ഒരു മൊബൈൽ ഫോണും മോഷണം പോയതായി അന്നു തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. പോലീസ് നായയെ സ്ഥലത്തെത്തിച്ചു. പക്ഷേ കൊലയാളി അവിടമാകെ മുളക് പൊടി വിതറിയിരുന്നു. അതുകൊണ്ട് തന്നെ നായയ്ക്ക് മണം പിടിക്കാനായില്ല. കൊല്ലപ്പെട്ടവരോട് ആർക്കും വൈരാഗ്യവുമുള്ളതായിട്ടും അറിവില്ല. ലളിത ജീവിതം നയിക്കുന്നയാളായിരുന്നു ഉമ്മർ. അയാൾക്ക് ആരോടും ശത്രുതയുണ്ടായിരുന്നില്ല, ആർക്കും അയാളോടും ശത്രുതയുണ്ടായിരുന്നില്ല. ഒടുവിൽ മോഷണ ശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തി. അങ്ങനെ ആ വഴി അന്വേഷണം തുടങ്ങി. മോഷണത്തിനായി വീടുകളിൽ അതിക്രമിച്ചു കയറി ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടത്തുന്ന സ്ഥിരം മോഷ്ടാക്കളെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിച്ചു. കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും സമാനമായ കേസുകളിൽ പ്രതികളായവരും ജയിലുകളിൽ നിന്ന് സമീപകാലത്ത് പുറത്തിറങ്ങിയവരും ഈ പട്ടികയിലുണ്ടായിരുന്നു. പക്ഷേ കാര്യമായ ഫലമുണ്ടായില്ല. പോലീസിന് ആകെ കിട്ടിയത് നിലത്ത് പതിഞ്ഞിരുന്ന കൊലപാതകിയുടേതെന്ന് കരുതാവുന്ന കാലടിയും വിരലടയാളവുമായിരുന്നു. അന്നത്തെ മാനന്തവാടി DYSP ആയിരുന്ന KM ദേവസിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനായിരുന്നു ഈ കേസിൻ്റെ അന്വേഷണ ചുമതല. അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോയി. മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചും പ്രദേശത്ത് കൂടി കടന്നുപോയ വാഹനങ്ങളെക്കുറിച്ചും അന്വേഷണം നടന്നു. പക്ഷേ യാതൊരു തുമ്പും കിട്ടിയില്ല. അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു. അങ്ങനെ സംഭവം നടന്ന് 2 മാസങ്ങൾ കഴിഞ്ഞു. എന്നാൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ഇതോടെ വലിയ വിമർശനം പോലീസിന് നേരിടേണ്ടി വന്നു. കേസ് CBIക്ക് വിടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കെയാണ് 2 മാസങ്ങൾക്കു ശേഷം കൊലയാളി പോലീസിന്റെ വലയിലായത്. കോഴിക്കോട് തൊട്ടിൽപ്പാലം കാവിലുംപാറ പഞ്ചായത്തിലെ മരുതോറയിൽ കലക്കോട്ടുമ്മൽ വിശ്വനാഥൻ എന്ന 45-കാരനായിരുന്നു പ്രതി. കുറ്റ്യാടി, തൊട്ടിൽപ്പാലം, ചൊക്ലി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ വിശ്വനാഥിനെതിരെ മോഷണ കേസുകളുണ്ടായിരുന്നു. ദേവർകോവിലിൽ വെച്ചാണ് ഇയാൾ അറസ്റ്റിലായത്. സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരും പരിസരവാസികളും ഉൾപ്പെടെ 700ഓളം പേരെ പോലീസ് നിരീക്ഷിച്ചിരുന്നു. ആ പട്ടികയിൽ വിശ്വനാഥനും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ പോലീസിന് വിശ്വനാഥനെക്കുറിച്ചുള്ള ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കിട്ടി. തൻ്റെ ചില സാമ്പത്തിക ബാധ്യതകൾ അയാൾ തീർത്തു എന്നുള്ളതായിരുന്നു ആ വിവരം. അതോടെ പോലീസിൻ്റെ സംശയം ഏറെക്കുറെ ശരിയാവുകയായിരുന്നു. ഉമ്മറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഫോണും വിശ്വനാഥൻ കൈക്കലാക്കിയിരുന്നു. ഈ ഫോണാകട്ടെ സൈബർ സെല്ലിൻ്റെ നിരീക്ഷണത്തിലുമായിരുന്നു. ഒരു ദിവസം തൻ്റെ വീട്ടിൽ വെച്ച് വിശ്വനാഥൻ ഈ മൊബൈൽ ഫോൺ ഓണാക്കി. ഇതും അന്വേഷണ സംഘത്തിന് സഹായമായി. സ്ഥിര മോഷ്ടാവായിരുന്നു വിശ്വനാഥൻ. അയാളൊരു മദ്യപാനിയുമായിരുന്നു. മദ്യപിച്ചു കഴിഞ്ഞാൽ വീടുകളിൽ ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. മോഷണ കേസുകൾക്ക് പുറമെ സ്ത്രീപീഡനത്തിനും ഇയാൾക്കെതിരെ കേസുണ്ടായിരുന്നു. കാറിൽ ലോട്ടറി വിൽക്കുകയായിരുന്നു വിശ്വനാഥിൻ്റെ തൊഴിൽ. ഇങ്ങനെ ലോട്ടറി വിൽക്കാൻ തൊട്ടിൽപ്പാലം, മക്കിയാട്, വെള്ളമുണ്ട, മാഹി, പള്ളൂർ എന്നിവിടങ്ങളിലൊക്കെ ഇയാൾ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളെല്ലാം അയാൾക്ക് നല്ല പരിചയമുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന ദിവസം ഇന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി മോഷണം നടത്തണം എന്ന് വിശ്വനാഥൻ തീരുമാനിച്ചു. അന്നയാൾ ബിവറേജസിൽ നിന്ന് ഒരു ഫുൾ ബോട്ടിൽ മദ്യം വാങ്ങി. അതുമായി ബസ്സിൽ കയറി മക്കിയാട് പുരിഞ്ഞിയിലെത്തി. അപ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞിരുന്നു. അയാൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറി കുറേ നേരം ഇരുന്നു. എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചേ പറ്റൂ. കയ്യിൽ കരുതിയിരുന്ന മദ്യം അയാൾ ആ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെച്ച് അകത്താക്കി. പിന്നീട് മോഷണം നടത്താനുള്ള വീടന്വേഷിച്ച് പതിയെ ഇറങ്ങി നടന്നു. ആ നടത്തത്തിനിടയിലാണ് ഒരു വീട്ടിൽ ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് കണ്ടത്. അത് ഉമ്മറിൻ്റെ വീടായിരുന്നു. ഇരുളിൻ്റെ മറപറ്റി അയാൾ വീടിനടുത്തെത്തി. വീടിൻ്റെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്തുള്ള മരുമകളുടെ വീട്ടിൽ കൂട്ടുകിടക്കാനായി ഉമ്മറിൻ്റെ ഉമ്മ ആയിഷ പോയിരുന്നു. വാതിൽ തുറന്ന് മരുമകളുടെ വീട്ടിലേക്ക് പോയ അവർ കതകിൻ്റെ കുറ്റിയിടാൻ മറന്നുപോയതാണ്. വാതിലിനിടയിലൂടെ വെളിച്ചം കണ്ടപ്പോൾ അത് കുറ്റിയിട്ടിട്ടില്ലെന്ന് വിശ്വനാഥന് മനസ്സിലായി. അയാൾ വാതിൽ തള്ളി തുറന്ന് വീടിനുള്ളിലേക്ക് കടന്നു. പതുങ്ങി കിടപ്പുമുറിയിലേക്ക് എത്തി വിശ്വനാഥൻ കണ്ടത് ഫാത്തിമ കിടന്നുറങ്ങുന്നതാണ്.
അയാൾ പതിയെ അവളുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും ഫാത്തിമ ഉണർന്നു. അവൾ നിലവിളിക്കാൻ ശ്രമിച്ചു. ഈ ബഹളങ്ങളൊക്കെ കേട്ട് ഉറക്കത്തിലായിരുന്ന ഉമ്മറും ഉണർന്നു. അതോടെ വിശ്വനാഥൻ്റെ ഉള്ളിലെ മൃഗം ഉണർന്നു. അയാൾ കയ്യിലുണ്ടായിരുന്ന കമ്പി വടികൊണ്ട് ഫാത്തിമയുടെയും ഉമ്മറിൻ്റെയും തലയിൽ മാറി മാറി ആഞ്ഞടിച്ചു. കൂടുതൽ നിലവിളിക്കുക പോലും ചെയ്യാതെ ആ നവദമ്പതിമാർ മരണപ്പെട്ടു. രണ്ടുപേരുടെയും തലയിൽ പിടിച്ചമർത്തി മരണം ഉറപ്പാക്കിയതിനു ശേഷം ഫാത്തിമയുടെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണ്ണമാല വിശ്വനാഥൻ ഊരിയെടുത്തു. പിന്നീട് മുറിക്കുള്ളിലും വീടിൻ്റെ പരിസരത്തുമൊക്കെ മുളക് പൊടി വിതറിയതിനു ശേഷം രക്ഷപ്പെട്ടു. അപ്പോഴേക്കും നേരം പുലർച്ചെ 2:30 മണിയായി കഴിഞ്ഞിരുന്നു. പിടിയിലായ വിശ്വനാഥനോട് മോഷണം നടത്താൻ റോഡരികിലെ കൊച്ചു വീട് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചു. അത് താൻ തിരഞ്ഞെടുത്തതല്ല, മോഷണം നടത്താനായി വരുമ്പോൾ വെളിച്ചം കണ്ട് കയറിയതാണ് എന്നായിരുന്നു അയാളുടെ മറുപടി. സാധാരണ വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ളവരുടെ വീടുകളിലാണ് ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നത്. കാരണം വലിയ മോഷണമായിരിക്കും മോഷ്ടാക്കൾ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇതങ്ങനെയല്ല. റോഡരികിലെ ഒരു ചെറിയ ഓടിട്ട വീടായിരുന്നു ഉമ്മറിൻ്റേത്. കൊലപാതകയ്ക്ക് കിട്ടിയതാകട്ടെ കുറച്ച് സ്വർണവും. ഇത്തരം ചെറിയ വീടുകളിൽ മോഷണം നടത്തിയാൽ തന്നെ കൊലപാതകം, അതും ഇരട്ട കൊലപാതകങ്ങൾ നടത്താൻ മോഷ്ടാക്കൾ തയ്യാറാകില്ല. മോഷണമാണെങ്കിൽ പിടിക്കപ്പെട്ടാൽ ജാമ്യത്തിലിറങ്ങാം. ശിക്ഷ കിട്ടിയാൽ തന്നെ താരതമ്യേന ചെറിയ ശിക്ഷയായിരിക്കും. എന്നാൽ കൊലപാതകത്തിന് അങ്ങനെയല്ല. ജീവപര്യന്തവും, ചിലപ്പോൾ വധശിക്ഷയും വരെ കിട്ടാം. അതുകൊണ്ടാണ് ചെറിയ വീടുകളിൽ കയറി മോഷണം നടത്തിയാൽ തന്നെ കൊലപാതകം നടത്താൻ മിക്ക മോഷ്ടാക്കളും തയ്യാറാകാത്തത്. മോഷ്ടിച്ച സ്വർണം വിശ്വനാഥൻ കുറ്റ്യാടിയിലെ സേട്ടുവിൻ്റെ കടയിലാണ് വിറ്റത്. ഇത് പോലീസ് പിന്നീട് കണ്ടെടുത്തു. കേസിൻ്റെ അന്വേഷണം പല ഘട്ടത്തിലും വഴിമുട്ടി. വിശ്വനാഥൻ പിടിയിലായതോടെ കേസിൽ ദുരൂഹമായിരുന്ന പല കാര്യങ്ങൾക്കും വ്യക്തതയുണ്ടായി. ഇരട്ട കൊലപാതകത്തിനു ശേഷം ഒരു ഹെൽമറ്റും ചീർപ്പും ഉണ്ടാക്കിയ ദുരൂഹത കുറച്ചൊന്നുമല്ല അന്വേഷണ സംഘത്തെ കുഴക്കിയത്. ഇരട്ട കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ഹെൽമറ്റിനെയും ചീർപ്പിനെയും കുറിച്ച് പല കഥകളും ആ നാട്ടിൽ പ്രചരിച്ചു. പോലീസിൻ്റെ അന്വേഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമായെങ്കിലും ഹെൽമറ്റിനെ കുറിച്ച് പലരും പല കഥകളും മെനഞ്ഞുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഉടമസ്ഥൻ ഉമ്മറിൻ്റെ അയൽക്കാരനും CPMൻ്റെ കണ്ടത്തുവയൽ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന അസീസായിരുന്നു. ഇതിൻ്റെ പേരിൽ 2 മാസത്തോളമാണ് അസീസും കുടുംബവും തീ തിന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിൽ മരുമകൾക്ക് കൂട്ടുകിടക്കാൻ പോയ ഉമ്മറിൻ്റെ ഉമ്മ ആയിഷ പിറ്റേന്ന് രാവിലെ മടങ്ങി വന്നപ്പോൾ കണ്ടത് മകനും മരുമകളും കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് കണ്ടതും അവർ ഉറക്കെ നിലവിളിച്ചു. ആയിഷയുടെ നിലവിളി കേട്ട് അസീസിൻ്റെ മരുമകൻ ഓടിയെത്തി. സംഭവം കണ്ട മരുമകൻ അസീസിനെ ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു. ഉടനെ അസീസും സ്ഥലത്തെത്തി. ഇതിനിടയിൽ തൻ്റെ ഹെൽമറ്റ് അസീസ് അവിടെ മറന്നുവെച്ചു. എന്നാൽ ചീർപ്പ് വിശ്വനാഥൻ്റേതായിരുന്നു. കൃത്യം നടത്തുന്നതിനിടയിൽ ചീർപ്പ് അയാളുടെ പോക്കറ്റിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു. 2020 നവംബറിൽ വയനാട് ജില്ലാ സെഷൻസ് കോടതിയിൽ കേസിൻ്റെ വിചാരണ തുടങ്ങി. 72 സാക്ഷികൾ ഈ കേസിലുണ്ടായിരുന്നു. ഇതിൽ 45 പേരെ വിസ്തരിച്ചു. അറസ്റ്റിലായ അന്നു മുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു പ്രതി വിശ്വനാഥൻ. കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് കോടതിയിലെത്തിച്ചത്. പിന്നീട് മാനന്തവാടി ജില്ലാ ജയിലിലേക്ക് മാറ്റി. 2022 ഫെബ്രുവരി 21 വയനാട് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി V. ഹാരിസ് വിശ്വനാഥന് വധശിക്ഷ വിധിച്ചു. വധശിക്ഷയ്ക്ക് പുറമെ കവർച്ചയ്ക്ക് 7 വർഷവും, ഭവനഭേദനത്തിന് 10 വർഷവും, തെളിവ് നശിപ്പിക്കലിന് 7 വർഷവും കൂടാതെ 12 ലക്ഷം രൂപ പിഴയും വിധിച്ചു. വിശ്വനാഥൻ മേൽക്കോടതിയിൽ അപ്പീൽ പോകും. അയാളുടെ വധശിക്ഷ ഇളവ് ചെയ്ത് കിട്ടും. ജയിലിൽ നിന്നിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അയാൾ ഇനിയും ആരുടെയെങ്കിലുമൊക്കെ ജീവൻ എടുത്തേക്കാം. കാരണം ഈ രാജ്യത്തെ ശിക്ഷ ഇത്രയേ ഉള്ളൂ എന്ന് ഇതിനകം അയാൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകണം. പക്ഷേ ഒന്നും അറിയാതെ കൊല്ലപ്പെട്ട ആ നിരപരാധികളുടെ ജീവന് ആര് സമാധാനം പറയും?